വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള നല്ല നല്ല പെർഫ്യൂമുകളെ കുറിച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പെർഫ്യൂം ഉണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ സെലിബ്രിറ്റീസിൻ്റെ അത്രയും ഒന്നും പെർഫ്യൂം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും കുറച്ച് പെർഫ്യൂം എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റിലാക്കി ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ എൻ്റെ ഫേവറേറ്റ്സും അതിൻ്റെ പറ്റുവാണെങ്കിൽ എൻ്റെ നോട്ട്സും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാൻ നോക്കാം. അപ്പം ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇതിന്റെ പേരൊക്കെ എനിക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലാണ് എനിക്കിത് ചിക്കു മേടിച്ചു തന്നതാണ് ഹസ്ബൻഡ്. എനിക്കൊന്ന് ക്രിസ്മസ് ടൈമിൽ മേടിച്ചു തന്നതാണ്. ഇതിന്റെ ബോഡി ലോഷനും പിന്നെ ഇതും പിന്നെ ഒരു ട്രാവൽ ഒരു ബോട്ടിലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ലാൻകോം ലാവൈ എസ് ബെല്ലെ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോനെ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ദുബായിൽ മോളിലൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല അറബ് ഗേൾസ് ഇല്ലേ, അവർക്കൊരു മണമുണ്ട്. ആ ഒരു മണമാണ് എനിക്ക് ഇതിൽ നിന്ന് അടിക്കുന്നത്. ഫ്രൂട്ട്സോ ഫ്ലവറോ ഒന്നുമല്ല, അതായത് ഫ്ലോറലും അല്ല ഫ്രൂട്ടി അല്ല ഒന്നുമല്ല, വേറൊരു ടൈപ്പ് മണം, ഒരു ഊതിൻ്റെയും എല്ലാത്തിനോടും മിക്സ് ആയിട്ടുള്ള ഒരു മണമാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത്, ഭയങ്കര. അപ്പൊ ഇതിന്റെ പേര് ലാൻകോം ലാവൈ എസ് ബെല്ലെ. കുറച്ച് എക്സ്പെൻസീവ് ആണിത്, പക്ഷെ കിടിലാണ്, കിടുക്കാച്ചി. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇത് ഗുച്ചി ബാംബു. അപ്പം ഇതിന്റെ മണം എന്ന് പറയുന്നത് ഒരു ഫ്ലോറൽ മണമാണ് വരുന്നത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കൊള്ളാം, പക്ഷേ ഇതിന്റെ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ സംഭവം നല്ല മണമാണ്, നല്ലൊരു ഫ്രഷ് മണമാണിത്. ഇതില്ലേ ആദ്യം കാണിച്ച്, ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു നൈറ്റ് പെർഫ്യൂം ആണെന്ന് തോന്നുന്നു, പക്ഷെ ഇതൊരു ഡേ പെർഫ്യൂം ആണ് കേട്ടോ. അടുത്ത എൻ്റെ കയ്യിലിരിക്കണത്, ഇത് ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയ്സി മാർക്സ് ജേക്കബ്സിന്റെ പ്യോർ ഫ്ലോറലാണ്. ഭയങ്കര മണമാണ്, നമുക്കൊരു ഒരു 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 സമാധാനമൊക്കെ തരുന്ന മണമില്ലേ, ആ ടൈപ്പ് ഒരു മണമാണ്. ഒരു മണക്കുമ്പോൾ തന്നെ നമുക്കൊരു അങ്ങനെ ഇരിക്കും നമ്മൾ. ഈ ഡെയ്സി കാണിക്കുമ്പം എനിക്ക് കാണിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല ഈ ഒരു പെർഫ്യൂം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് നാട്ടിൽ നിന്ന് മേടിച്ച 1000 സംതിങ്ങിൻ്റെ പെർഫ്യൂമാണ്. 100 ml ഉണ്ട്. ഇത് 50 ml നാട്ടിലൊരു 5000 വരുന്നുണ്ട്. പക്ഷെ എക്സാക്റ്റ് മണമെന്ന് വെച്ചാൽ മനസ്സിലാവത്തില്ല കേട്ടോ, അതുപോലെയാണ്, സെയിം മണമാണ്. ഇത് അർസേലിയ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്, ലക്കി ഇൻ ലവ് ആണ് ഈ ഒരു സംഭവം. ഇത് ഡെയ്സി മാർക്സ് ജേക്കബ്സ്. ഇത് ഭയങ്കര മണമാണ് കേട്ടോ, പറയാൻ എന്നുവെച്ചാൽ നല്ലൊരു മണമാണിത്. പക്ഷേ ഇതെനിക്കൊക്കെ നൈറ്റും ഡേയും ഒക്കെ പോകുന്ന ഒരു ടൈപ്പ് ഒരു പെർഫ്യൂമാണ്. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെർസാഷയുടെ ഒരു പെർഫ്യൂമാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ക്വയറ്റ് എക്സ്പെൻസീവ്. ഒരു 3000-4000 ഉള്ളിൽ നമുക്ക് 100 ml കിട്ടും. മണമെന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല കേട്ടോ. പക്ഷെ എനിക്കിതിൻ്റെ മണം ഇഷ്ടമാണ്. എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്, മസ്കും ഫ്ലോറലും ഫ്രൂട്ടിയും എല്ലാത്തിൻ്റെ ഒരു മിക്സാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് നൈറ്റല്ല, ഇത് കൂടുതലും ഡേയും നൈറ്റും പോണ ഒരു ടൈപ്പ് പെർഫ്യൂമാണിത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, സംഭവം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്കിത് നന്നായിട്ട് അറിയാം. കാര്യം ഇന്നിപ്പോൾ വർക്കിനൊക്കെ വർക്കിനല്ല, ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം, വർക്കിന് ഞാനിത് ഇങ്ങനെ അടിക്കാറില്ല. വർക്കിന് അടിക്കുന്ന പെർഫ്യൂമുകൾ ഞാൻ വേറെ കാണിച്ചു തരാം. എവിടെയെങ്കിലും പോയിട്ട് ഞാൻ പിറ്റേന്ന് ആ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനും, ഊരി ഇട്ടത് പിറ്റേന്ന് എടുക്കുമ്പോഴും ഈ ഒരു മണം അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത്ര മണമാണിത്. പിന്നെന്ന് പറയുമ്പോഴത്തേനും ഇത് ഈ ഒരു പെർഫ്യൂം എന്ന് വെച്ചാൽ, ഞങ്ങൾ ദുബായിൽ, അതായത് UK വന്നിട്ട് ഒരു തവണ ഞാൻ ദുബായിൽ പോയായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് മേടിച്ചു തന്നതാണ്. പക്ഷെ ഞാൻ ഇത് തീർത്തിട്ടില്ല, ഇനിയും ഇത്രയും കൂടെ കാണും കേട്ടോ. CKയുടെ ഷോക്ക് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇതിന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണമാണ് ഈ ഒരു മണം കേട്ടോ, കുറച്ച് സ്ട്രോങ് മണമാണ്. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിലെല്ലാം മിക്സ് മണമായി, ഞാൻ അടിച്ചടിച്ച്. ഇനി ഞാൻ അടിക്കുന്ന വർക്ക് പെർഫ്യൂമുകൾ ഞാൻ കാണിച്ചു തരാമേ. അപ്പം ഇത്രയും സാധനങ്ങളും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴോ നല്ല ഫങ്ഷനോ ഒക്കെ വരുമ്പോഴാണ് അടിച്ചുകൊണ്ട് പോവാറ്. അപ്പം അതല്ലാതെ വർക്ക് ടൈമിൽ ഞാൻ അടിക്കുന്ന പെർഫ്യൂം ഇതൊന്ന്,
വിക്ടോറിയ സീക്രട്ടിൻ്റെ പ്യോർ സെഡക്ഷൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് അത്യാവശ്യം നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇതൊരു ക്യാൻഡിയുടെ മണമാണ് എനിക്ക് വരുന്നത്. ക്യാൻഡി പ്ലസ് ഫ്ലോറൽ മണമാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ആ ഒരു നോട്ടാണ് എനിക്ക് കിട്ടുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ സെയിം ബോഡി ലോഷനാണ് യൂസ് ചെയ്യാറ് മിക്കപ്പോഴും. വിക്ടോറിയ സീക്രട്ടിൻ്റെ പ്യോർ സെഡക്ഷൻ നല്ലതാണ്. അടുത്ത എൻ്റെ വർക്ക് പെർഫ്യൂം എന്ന് പറയുന്നത് അരിയാന ഗ്രാൻഡയുടെ സ്വീറ്റ് ലൈക്ക് ക്യാൻഡി. ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ, 1000 സംതിങ് ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ നമുക്ക് തിന്നാൻ തോന്നും. ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ക്യാൻഡിയുടെ മണമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മണം എന്താ, തിന്നുന്ന സാധനങ്ങളുടെ ഫുഡിൻ്റെ മണമാണ്. എനിക്ക് അങ്ങനെയുള്ള പെർഫ്യൂം ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ കയ്യിൽ അധികം ഇല്ല. എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ഫ്ലോറലാണ് കേട്ടോ. അപ്പം ഇത് അഫോർഡബിളും ആണ്, അത്യാവശ്യം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വർക്ക് പെർഫ്യൂമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണിത്. അടുത്ത എൻ്റെ ഒരു വർക്ക് പെർഫ്യൂം എന്ന് പറയുന്നത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ പിങ്ക് സ്യൂട്ട്. അപ്പം ഈ സാധനത്തിന് എനിക്കിതൊരു നൈറ്റ് പെർഫ്യൂമായിട്ടാണ് തോന്നാറുള്ളത്, പക്ഷെ എങ്കിലും ഞാനിത് പകലടിച്ചിട്ട് പോവാറുണ്ട്. എനിക്ക് സംഭവം ഇതിൻ്റെ നോട്ട് എന്താന്ന് പറയാൻ എനിക്കറിയില്ല. ഫുഡിൻ്റെ ഉണ്ട്, ഐ മീൻ ഒരു ക്യാൻഡി പ്ലസ് ഫ്രൂട്ടി അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത എൻ്റെ വർക്ക് പെർഫ്യൂമാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ മിഡ് നൈറ്റ് ആംബർ ഗ്ലോ. ഇതെന്ന് വെച്ചാൽ ഒരു ഈ മണമൊക്കെ എനിക്ക് എപ്പോഴും, ഇതൊക്കെ ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചാണ്. ഇപ്പോൾ കാണിച്ച അതും, അതായത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഇതും ഒക്കെ ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചാണ്. ചിക്കു എനിക്ക് ദുബായിൽ നിന്ന് മേടിച്ചതെന്നാണ്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ദുബായിൽ ഒരു കോമൺ ആയിട്ടൊരു മണമുണ്ട്. ഇറങ്ങുമ്പോഴത്തേന് എല്ലാവരിലും നമുക്കത് അറിയാൻ പറ്റും. ആ ടൈപ്പ് ഒരു മണമുള്ളൊരു പെർഫ്യൂമാണത്. എനിക്ക് പറയാൻ അറിയില്ല, ഇതിൻ്റെ നോട്ട്സ് ശരിക്കും എനിക്ക് അറിയില്ല. പക്ഷെ ഒരു മസ്ക് അല്ലെങ്കിൽ അങ്ങനെ മസ്കല്ല, ഊതിൻ്റെയൊക്കെ ഉള്ളൊരു, ഊതല്ല മസ്ക് തന്നെയാണ്, നന്നായിട്ടൊക്കെ ഉള്ളൊരു മണമാണ് ഈ ഒരു ഇത് ഏകദേശം തീരാറായിപ്പം. ഇതെൻ്റെ വർക്ക് പെർഫ്യൂമാണ് കേട്ടോ. അടുത്ത എൻ്റെ വർക്ക് പെർഫ്യൂം ഇത് ഹെവൻലി പ്യോർ ഫെമെ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. ഇതെനിക്ക് ഫ്രണ്ട് ഗ്രാജുവേഷന് ഇത് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ശരിക്കും നമ്മൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കും ഈ ഒരു മണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പുറത്ത് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ കോമൺലി കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് പെർഫ്യൂമിൻ്റെ മണമാണിത്. എനിക്ക് നമ്മുടെ പണ്ടത്തെ ബ്രൂട്ട് അല്ലല്ലോ, അങ്ങനെ എന്തോ ഒരു പെർഫ്യൂം ഇല്ലേ, അതുമായിട്ടൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള മണമുള്ളൊരു പെർഫ്യൂമാണിത്. ഇതും എൻ്റെ വർക്ക് പെർഫ്യൂമാണ്. ഇത് ഹെവൻലി പ്യോർ ഫെമെ, ഹെവൻലി പോർ ഫെമെ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. സോറി, നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് ഈ വേർഡായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ പറയും, പക്ഷെ അത് ആ വേർഡായിരിക്കത്തില്ല. പിന്നെ എൻ്റെ ഒരു വർക്ക് പെർഫ്യൂം എന്ന് പറയുന്നത് മയോപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നാട്ടിൽ നമുക്ക് നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയെടുക്കാം. ഐ മീൻ നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എടുത്ത ഒരു പെർഫ്യൂമാണിത്. മയോപ്പിയിൽ ഇതിൻ്റെ പേര് ബാംഗ്ലൂർ ബ്ലൂം എന്നാണ് കേട്ടോ. ഇത് ഫ്ലോറൽ. എനിക്ക് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തിന്നുന്ന സാധനങ്ങളുടെ മണമുള്ള പെർഫ്യൂം ഇഷ്ടമാണ്. ഐ മീൻ ഈ ചോക്ലേറ്റ് അതുള്ള ക്യാൻഡി അതുള്ള മണം ഇഷ്ടമാണെങ്കിൽ പോലും കൂടുതൽ എൻ്റെ കയ്യിലുള്ളത് ഫ്ലോറലാണ്. ഇതും ഒരു ഫ്ലോറൽ മണമാണ്. മാംഗോയും ബ്ലഡ് ഓറഞ്ചും ആണ് ഇതിൻ്റെ ടോപ്പ് നോട്ട്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ വർക്ക് പെർഫ്യൂം എന്നില്ല, ഇത് ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും അടിക്കാറുണ്ട്, വർക്കിന് പോകുമ്പോഴും മിക്കപ്പോഴും അടിക്കാറുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞു പെർഫ്യൂമാണ് കേട്ടോ. ഇത് മിക്കപ്പോഴും എൻ്റെ ബാഗിൽ കാണും. ഞാൻ ഏത് ബാഗാണോ കൊണ്ടുപോകുന്നത് അതിൽ ഈ കുഞ്ഞു പെർഫ്യൂം കാണും. അത് എന്താ പറയണത്, ഇത് വിൻറ്റേജ് റേഡിയോ എന്ന് പറയുന്ന, ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരിടത്ത് ഡിന്നറിന് പോയപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഇതൊരു നൈറ്റ് പെർഫ്യൂമാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും. അതായത് വിൻറ്റേജ് റേഡിയോ നല്ല പെർഫ്യൂമാണ് കേട്ടോ. അഫോർഡബിളും ആണെന്ന് തോന്നുന്നു, സംഭവം അടിപൊളിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഉള്ള ഇതിൻ്റെ പേര് ചാൻസ്. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഏതോ ഒരു സാധാ ഒരു കടയിൽ നിന്ന് ദുബായിൽ നിന്ന ടൈമിൽ മേടിച്ച പെർഫ്യൂമാണ്.
ഇത് ഞാൻ വർക്കിന് പോകുമ്പം ഇടയ്ക്കെടുത്ത് അടിക്കാറുണ്ട്. ഇത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ, അത്രയുണ്ട്. ഇതിന് ശരിക്കും ഫ്ലോറൽ മണമാണ്. ഇതൊരു പിങ്ക്. ഇതിൻ്റെ ബോട്ടിൽ ഇത് ഇങ്ങനെയാണ്, നല്ല രസമാണ് ബോട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേളിലൊരു ഗ്ലാസ്സും ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇളകിപ്പോയി. ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്ന ആളല്ല. നിങ്ങൾ ഈ പെർഫ്യൂം കണ്ടില്ലേ, ഇതിൻ്റെ മേളിലത്തെ അടപ്പ് പോലും ഇല്ല, അത് എവിടെ പോയിന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂമുകൾ. ഇതേണ്ട എൻ്റെ ബാസ്ക്കറ്റ് തീർന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെന്ന് വെച്ചാൽ അയ്യോ, ഈ ലാംഗോം ലാവൈ എസ്റ്റ് ബെല്ലെ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ എന്താ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാവൽ ബോട്ടിലും കൂടെ കയറ്റിയിട്ടുണ്ടെന്ന്, അതാണിത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിലും എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ചിക്കു മേടിച്ചു തന്നതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതും. പിന്നെ ഗുച്ചിയുടെ എനിക്കിഷ്ടമാണ്, പക്ഷെ അത്ര ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.